ഹലോ വൺ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ആലപ്പി അഷ്റഫ് എന്ന സിനിമാ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ അത് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന നടനെ സംവിധായകനെ രഞ്ജിത്ത് അടിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സംഭവമാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നൊരു കലാകാരൻ ഒരു വശത്തും രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു കലാകാരൻ മറുവശത്തും നിൽക്കുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും ചേർന്ന് നിൽക്കുക? എൻ്റെ മനസ്സ് ചേർന്ന് നിൽക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ കൂടെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എത്രയോ കാലങ്ങളായിട്ട് നമ്മളെയൊക്കെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത, അതും വൈവിധ്യമാർന്ന വേഷങ്ങൾ. ഒരു വശത്ത് കൊമേഡിയനായിട്ട് അവതരിപ്പിക്കുമ്പോൾ മറ്റു വശത്ത് ദുഃഖാർത്തനായ ഒരു കഥാപാത്രമാകുന്നു, വില്ലനായ ഒരു കഥാപാത്രമാകുന്നു. ഏത് വേഷപ്പകർച്ചയിലേക്ക് മാറിയാലും നമ്മൾക്കൊരിക്കലും മുഷിപ്പ് തോന്നിപ്പിച്ചിട്ടില്ലാത്തൊരു കഥാപാത്രമായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ ഇപ്പോഴും, ഇപ്പം നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴിറങ്ങിയ സിനിമകൾ ഒരുപാടുണ്ട്. സന്ദേശം, മഴവിൽക്കാവടി, വടക്കുനോക്കിയന്ത്രം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എല്ലാം എടുത്ത് നോക്കിയാലും ആ സിനിമകളെ കാലഘട്ടത്തെ അതിജീവിക്കുന്ന ക്ലാസിക്കുകളാക്കി മാറ്റിയത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള പ്രതിഭകളാണ്. കരമന ജനാർദ്ദനൻ, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ്, അങ്ങനെയുള്ള ഒരുപാട് പേര് കൂടി ചേർന്നതായിരുന്നു ഈ ക്ലാസിക് സിനിമകളുടെ കൂട്ട് എന്ന് പറയുന്നത്. അത്തരത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ രഞ്ജിത്ത് അടിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രഞ്ജിത്തിനോട് ദേഷ്യം നമ്മൾക്ക് തോന്നാം. പക്ഷെ എനിക്ക് അതോടൊപ്പം തോന്നുന്നത് വെറുപ്പാണ് ഈ മനുഷ്യനോട്. ധാർഷ്ട്യം, മാടമ്പിത്തരം, അഹങ്കാരം, ഇതിനൊക്കെ കൈകാലം മുളച്ച, അയാളുടെ സിനിമയിലെ ഡയലോഗിനെടുത്ത് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ കൈകാലം മുളച്ചാൽ അതിനിടാവുന്ന പേരാണ് സംവിധായകൻ രഞ്ജിത്ത്. ആ ധാർഷ്ട്യത്തിന്റെ ഉദാഹരണങ്ങൾ ഒന്നാണ് ഈ ആലപ്പി അഷ്റഫ് പറഞ്ഞത്. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇയാള് അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും ആ തെറ്റ് അംഗീകരിക്കാൻ ഇയാൾ തയ്യാറായില്ല. പ്രായമുള്ളൊരു മനുഷ്യൻ, രോഗാവസ്ഥയിലുള്ള മനുഷ്യൻ, അത്തരത്തിലുള്ളൊരു മനുഷ്യനെയാണ് ഇയാൾ അടിച്ചത്. ഈ രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ സിനിമകൾ വളരെ നല്ലതാണ്. നല്ലൊരു തിരക്കഥാകൃത്താണ്, നല്ലൊരു സംവിധായകനാണ്, അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കും. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ അമ്മ വേഷങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു അഹങ്കാരിയായ അപ്പൻ്റെ വേഷം അഭിനയിക്കാൻ കൊള്ളാവുന്ന ഒരു കഥാപാത്രമാണ്. ഒരു ടൈപ്പ് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ആൾ. അതല്ലാതെ വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ സിനിമകളെടുത്ത് വെച്ച് നോക്കുമ്പോൾ ദേവാസുരം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മോഹൻലാലിൻ്റെ ഫിൽമോഗ്രഫിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അത്തരം സിനിമകളുടെ ഭാഗമായിട്ടുള്ള രഞ്ജിത്തിനോട് എനിക്കൊരു ആരാധന തോന്നുന്നത് തിരക്കഥ എന്ന സിനിമ കണ്ടതിന് ശേഷമാണ്. അതിനെക്കുറിച്ച് അന്ന് ഞാൻ ഒരു റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നിപ്പോൾ ഇതേപോലെ യൂട്യൂബൊന്നുമല്ല, നമ്മൾ ബ്ലോഗിലാണ് അന്ന് റിവ്യൂ ഒക്കെ എഴുതിയിരുന്നത്. അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇയാൾ പത്മരാജൻ്റെയും ഭരതൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയൊക്കെ ആ ഒരു ലെവലിലേക്ക് വരാൻ പോകുന്ന മലയാള സിനിമയിലെ ഒരു പ്രതിഭയാണ്. അതിനുശേഷം ഇയാളുടെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് കണ്ടപ്പോഴേക്ക് തോന്നി ഇയാൾ കൊള്ളാൽ, ഏത് ലെവലും ഇയാൾ പിടിക്കുന്നുണ്ടല്ലോ. ഒരു സറ്ററിക്കൽ കോമഡി സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്തു. പക്ഷേ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇയാളുടെ ക്യാരക്ടറിന് മേൽ എനിക്കൊരു ചെറിയ സംശയം തോന്നി തുടങ്ങുന്നത്. 41ാമത് സംസ്ഥാന സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് മികച്ച സിനിമകൾ അവാർഡ് ലഭിച്ചത് ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയ്ക്കാണ്. ഇപ്പോഴും ചില ഓൺലൈൻ മാധ്യമങ്ങൾ തെറ്റായിട്ട് എഴുതുന്നുണ്ട് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. മികച്ച ചിത്രങ്ങൾ അവാർഡല്ല പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് നേടിയത്, കലാമൂല്യമുള്ള ജനപ്രീതിയുള്ള ചിത്രം, അതായിരുന്നു ലഭിച്ച അവാർഡ്. പക്ഷെ അന്ന് സലിം കുമാറിനായിരുന്നു മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ദേശീയ പുരസ്കാരം ലഭിച്ചു, സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. സംസ്ഥാന പുരസ്കാരം അതുവരെ പോകുമെന്ന് വിചാരിച്ചത്
യുഗപുരുഷൻ എന്ന സിനിമയ്ക്കായിരുന്നു. പക്ഷേ പിന്നീട് അത് സലിം കുമാറിലേക്ക് തന്നെ വന്നു ചേർന്നു. ഇയാൾക്ക് ഇത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ചിന്ത എനിക്കന്നുണ്ടായിരുന്നു. അന്ന് ഇയാൾ പറഞ്ഞത് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിൽ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ലഭിക്കണമെന്ന് അങ്ങനെ എന്തൊക്കെ ഒരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് മികച്ച സിനിമയുമായിട്ട് ബന്ധപ്പെട്ടു മികച്ച നടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡ് പ്രഖ്യാപനത്തിൽ അത്ര തൃപ്തിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആ വാർത്ത ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. പക്ഷെ അത്തരത്തിലൊരു വാർത്ത അന്ന് കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നുണ്ടായിരുന്ന ആ സംശയം പിന്നീട് ബലപ്പെട്ടത് ഇയാളുടെ പിന്നീടുള്ള ധാർഷ്ട്യങ്ങൾ കണ്ടപ്പോഴാണ്. ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഫിലിം ഫെസ്റ്റിവൽ നടത്തുമ്പോഴായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഇയാൾ വേദിയിൽ വന്ന സമയത്ത് ആളുകൾ കൂവി. ആ കൂവലിന് ഇയാൾ ഉപമിച്ചത് ഇയാൾ വയനാട്ടിലെങ്ങോ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയുമായിട്ടാണ്, ആ പട്ടി കുരക്കുന്നതുമായിട്ടാണ് പ്രതിഷേധിക്കുന്നവരെ ഇയാൾ ഉപമിച്ചത്. എന്നിട്ട് പണ്ടത്തെ SFIക്കാരനാണ് കൂവലിനൊന്നും വലിയ ഭയമില്ല എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കൊള്ളാവുന്ന SFIക്കാരും ഇയാളുടെ ഈ സ്റ്റേറ്റ്മെന്റ് തലപ്പൊക്കി വെച്ച് നടക്കില്ല. അത്രയ്ക്ക് മാടമ്പിത്തരമാണ് അയാളുടെ ഡയലോഗിലുള്ളത്. പിന്നീട് ഡോക്ടർ ബിജുവിന്റെ സിനിമയെ ഇയാൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. സമാന്തര സിനിമകളൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഇയാൾ വന്നു. അയാൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഡോക്ടർ ബിജുവിന്റെ സമാന്തര സിനിമയെ വിമർശിക്കുന്ന ഒരു കാര്യം പറയാതെ വയ്യ. ഇയാളുടെ തിരക്കഥ എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു പറഞ്ഞല്ലോ. പക്ഷെ ആ സിനിമ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നീട് ഒരിക്കലും TV വന്നപ്പോൾ പോലും കാണാൻ തോന്നിച്ചിട്ടില്ല. തിരഞ്ഞു പിടിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം പോലും ആ സിനിമ ഉണ്ടാക്കിയിട്ടില്ല. നല്ല സിനിമയാണ്, മോശം സിനിമയൊന്നും അല്ല. പക്ഷേ സമാന്തര സിനിമകൾ അങ്ങനെ വീണ്ടും കാണാൻ പ്രേരിപ്പിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഡാനി പോലുള്ള സിനിമകൾ, കഥാവശേഷം പോലുള്ള സിനിമകൾ, വിധേയൻ പോലുള്ള സിനിമകളൊക്കെ വീണ്ടും കാണണമെന്നൊരു ചിന്ത ഉണ്ടാക്കിയതും വീണ്ടും ഞാൻ ഈ ഡാനി എന്ന് പറയുന്ന സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അത്തരത്തിൽ സമാന്തര സിനിമകളെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നറിഞ്ഞിട്ടും ഇയാൾ അതിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. ധാർഷ്ട്യം കൊണ്ട് ഇയാൾ അതിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. ഇയാളുടെ വിചാരം ഇയാൾ ഉണ്ടാക്കുന്നതാണ് സിനിമ, ഇയാൾ പറയുന്നതാണ് സിനിമ, ഇയാളാണ് മലയാള സിനിമ. ഇതാണ് ഇങ്ങനെയുടെ വിചാരം. ഈ ധാർഷ്ട്യത്തിന്റെ പുറത്തു നിന്ന് ആരെയും അംഗീകരിക്കില്ല. അയാൾ പറഞ്ഞല്ലോ, എനിക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ല, സമൂഹത്തോട് എനിക്കൊരു പ്രതിബദ്ധതയുമില്ല എന്നൊക്കെ വളരെ അഹങ്കാരത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. അത്തരത്തിലൊരാളാണ് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെ ഒരു ദുർബലനായ വ്യക്തിയെ, ഒരു വയോധികനായ വ്യക്തിയെ, രോഗാതുരനായ വ്യക്തിയെ അടിക്കാനുള്ള ആംബിയർ ഇയാൾ കൊള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇയാളുടെ മാടമ്പിത്തരത്തിന് അത്രയും ധൈര്യമേ ഉള്ളൂ. ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഇതേ വേദിയിൽ വെച്ച് ഈ 6-ാം നമ്പറിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതേ മദ്യസഭയിൽ വെച്ച് മോഹൻലാലാണ് ഈ തമാശ പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ അടിക്കുമായിരുന്നു മോഹൻലാലിനെ. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമ അതിന്റെ ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടിയാണ് ഇതുപോലെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ തമാശയോ പറഞ്ഞെങ്കിൽ ഇയാൾ മമ്മൂട്ടി അടിക്കുമായിരുന്നു. ഓട്ടെ, 6-ാം നമ്പറിലുള്ളയാളാണല്ലോ ഭീമൻ രഘു. ഭീമൻ രഘുവിനെ ഇയാൾ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ, കോമാളി എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറിയ കോമാളിത്തരം ഭീമൻ രഘു കാണിച്ചിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. ഈ ഭീമൻ രഘുവിന്റെ നേരെ ഇയാൾ കൈയുയർത്തുമായിരുന്നു. അപ്പോൾ ദുർബലന് നേരെ നടത്താവുന്ന ഒരു മാടമ്പിത്തരം അതേ ഇയാളുടെ കയ്യിലുള്ളൂ. കോമഡി എന്ന് വെച്ചാൽ ആ സിനിമ പറയുന്ന കഥ ഇതാണേ. ദുർബലരായ ചില നാട്ടുകാരുടെ മേൽ ധാർഷ്ട്യവും മാടമ്പിത്തരവുമുള്ള നരേന്ദ്രപ്രസാദിന്റെ കഥാപാത്രം നടത്തുന്ന കടന്നുകയറ്റം. അവരെ തനിക്ക് എങ്ങനെ വേണേലും അമ്മനമാടാം, കാരണം ശക്തിയും പണവും ഇയാളുടെ വശത്താണ്. അങ്ങനെയുള്ളതുകൊണ്ട് ചെയ്യുന്നൊരു മാടമ്പിത്തരം. ആ മാടമ്പിത്തരം എഴുതി പിടിപ്പിച്ച രഞ്ജിത്തിന്റെ മനസ്സിലും ഇതേ ദുഷ്ടമനസ്സ് തന്നെയാണുള്ളത് എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. നാണമില്ലയുള്ളത് എനിക്കൊക്കെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഇയാൾക്കെതിരെ ആരോപണമായിട്ട് വന്നല്ലോ ഒരു ബംഗാളി നടി. അതിനുശേഷം ഇയാളുടെ അഹങ്കാരത്തിന്റെ തൊപ്പിയിൽ തൂവലായിരുന്ന ചെയർമാൻ സ്ഥാനം തെറിച്ചായിരുന്നു. അന്ന് ഇയാൾ രോഗാവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, രോഗാവസ്ഥയിലുള്ള ഒരാളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വിമർശിക്കുന്നത്. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു, രഞ്ജിത്താണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? മറുവശത്തിരിക്കുന്നയാൾ രോഗാവസ്ഥയിലുള്ളതാണ് എന്നൊരു കരുതൽ ഇയാൾ നടത്തുമോ? ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾ നടത്തില്ല. ഇയാളുടെ ഒരു സ്വഭാവത്തിന് ഇയാൾ അതൊന്നും നോക്കാതെ ആയിരിക്കും പെരുമാറുന്നത്. ആ ചിന്തയെ അന്വർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് ആലപ്പി അഷ്റഫ് തന്റെ വീഡിയോയിലൂടെ പറയുന്നത്. വൃദ്ധനായൊരു മനുഷ്യനാണ്, രോഗിയൊരു മനുഷ്യനാണെന്ന് പോലും ഓർക്കാതെയാണ് അദ്ദേഹത്തിന്റെ കർണക്കുറ്റിയടിച്ച് പൊട്ടിച്ചതാണ്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണു നിറഞ്ഞു നിന്നു. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ധാരാവി ഒഴിപ്പിച്ചവരാരും അല്ല. അത് സിനിമയിലാണല്ലോ അല്ലേ, എങ്ങനെ മിണ്ടും? ദീപസ്തംഭം മഹാശ്ചര്യം, നമ്മൾക്കും കിട്ടണം പണം. എന്തൊക്കെയായാലും കാലം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഈ രഞ്ജിത്തിന്റെ കാലശേഷം ഒരിക്കലും അടയാളപ്പെടുത്തി വെക്കാൻ പോകുന്നില്ല. പണ്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇയാള് ഭരതന്റെയും പത്മരാജന്റെയും ജോൺ അബ്രഹാമിന്റെ ഒക്കെ ശ്രേണിയിൽപ്പെടാൻ പോകുന്ന ആളാണെന്ന്. അതിൻ്റെ ഏഴയിലെത്തിയിടത്താൻ പോകുന്നില്ല. ഇയാൾക്കൊരിക്കൽ 2012 ഇന്ത്യൻ റുപ്പി എന്ന സിനിമയ്ക്ക് പത്മരാജൻ പുരസ്കാരം ലഭിച്ചു. ആ സമയത്ത് ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ
ഒരു തീർത്ഥയാത്രയിലാണ്. പത്മരാജൻ എന്ന ഹിമാലയത്തിലേക്കുള്ള തീർത്ഥയാത്ര. ആ മലമൂട്ടിൽ ഒരു ഉണക്ക ചായക്കടയിട്ട് ജീവിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. സത്യമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. ഇതുവരെയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സിനിമയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിൽ ഏറ്റവും സത്യസന്ധവും നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നതുമായ ഒരു വാക്യമാണത്. മലയാള സിനിമയിലെ ഒരു ഉണക്ക ചായക്കടക്കാരൻ മാത്രമാണ് നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ചായ നല്ലതായിരിക്കാം, വളരെ നല്ല ചായകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വ്യക്തി എന്ന നിലയിൽ വളരെ മോശക്കാരനായ ഒരു ഉണക്ക ചായക്കടക്കാരൻ മാത്രമാണ് നിങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ശ്രേണിയിലേക്ക് എത്തിപ്പെടാൻ പോകുന്നില്ല. കാലം നിങ്ങളെ നിങ്ങളുടെ കാലശേഷം ഒരിക്കലും അടയാളപ്പെടുത്തി വെക്കാനും പോകുന്നില്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.